അവിശ്വാസികളും അമുസ്ലിങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കണമെന്ന അക്രമത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിൽ ധാക്കയിൽ ഒരു പടുകൂറ്റം റാലി നടന്നിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടന്ന റാലിയിൽ പാക് പിന്തുണയുള്ള ഭീകര സംഘടനാ നേതാക്കളും സംഘടനകളും പങ്കെടുത്തിരിക്കുന്നു. ഹിസ്ബുത്ത് തഹ്രീർ, മിലായത് ബംഗ്ലാദേശ്, അൻസാർ അൽ ഇസ്ലാം തുടങ്ങിയ സംഘടനകളാണ് ഈ റാലിയിൽ ഉടനീളം പങ്കെടുത്തത്. അവർ ആ റാലിയിൽ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഹിന്ദുക്കളെ ഉൾപ്പെടെ കൊന്നൊടുക്കണമെന്ന മുദ്രാവാക്യമായിരുന്നു. ഒപ്പം തന്നെ ജിഹാദ് ഒരു യുദ്ധമാണെന്നും ആ യുദ്ധം നാം തുടങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ധാക്കയിൽ ആയിരക്കണക്കിന് പേർ ഒത്തുകൂടിയത്. ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു റാലി ആരംഭിച്ചത്. പിന്നീട് അത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ തിരിയുകയായിരുന്നു. ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ഷഫീഖുർ റഹ്മാനാണ് പരസ്യമായി തന്നെ കൊലവിളി നടത്തിയതും ഈ ആക്രമണത്തിന് ഈ ആഹ്വാനം നൽകിയതും. ഇതോടുകൂടി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഭയപ്പാടിലായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമുക്കറിയാം, ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിലെ ഘടകം ഈ ബംഗ്ലാദേശിന്റെ മോചന സമരകാലത്ത് പാക് പട്ടാളത്തിനോടൊപ്പം ചേർന്ന് ബംഗ്ലാദേശികളെ കൊന്നൊടുക്കിയ ഒരു ഭീകര സംഘടനയാണ്, മതമൗലികവാദ സംഘടനയാണ്. ഈ സംഘടന ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ബംഗ്ലാദേശിൽ അവശേഷിക്കുന്ന ഹിന്ദുക്കളെയും ഒപ്പം തന്നെ ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെയും കൊന്നൊടുക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ അത് പരസ്യമായ അക്രമത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നിരോധിക്കപ്പെട്ടൊരു സംഘടന കൂടിയാണ്. യൂനസ് വന്നപ്പോഴാണ് അവർ ആ നിരോധനം നീക്കിയത്. യൂനസിനെ അധികാരത്തിൽ ഏറ്റാൻ വലിയ പാടുപെട്ട സംഘടന കൂടിയാണ്, പ്രക്ഷോഭം നയിച്ച സംഘടന കൂടിയാണ്. ഏതായാലും യൂനസ് പിടിച്ചു നിൽക്കാനുള്ള അവസാന പിടിവള്ളി എന്ന നിലയിലായിരിക്കണം ഒരുപക്ഷെ ജമാഅത്ത് ഇസ്ലാമിയുടെ സഹായം തേടുകയും ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദത്തിന്റെ ലൈനിലേക്ക് നീങ്ങുകയും പരസ്യമായിട്ടുള്ള പോർവിളികളും കൊലവിളികളും നടത്തി മുന്നേറുകയും ചെയ്തിരിക്കുന്നു. ഒരുപക്ഷെ യൂനസിന് കുറച്ചുനാൾ കൂടി തുടരാൻ കാണിക്കുന്ന ഒരു ഗിമ്മിക്കിന്റെ ഭാഗം കൂടിയാകാം. പക്ഷെ ഏതായാലും ഈ ഒരു പരസ്യമായ ആഹ്വാനം ഇതിന്റെ അണികൾക്കും ഭീകരന്മാർക്കും വലിയ ഉത്തേജനമാണ് നൽകിയിരിക്കുന്നത്. അത് എന്ത് ഇമ്പാക്റ്റാണ് ബംഗ്ലാദേശ് പൊളിറ്റിക്സിൽ ബംഗ്ലാദേശിൽ ഉണ്ടാക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. മുസ്ലിം